ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ ഖലിസ്ഥാൻ അതെപ്പോഴും ഇന്ത്യ നേരിടുന്ന ഒരു ഭീഷണി തന്നെയാണ് ഈ വിഘടനവാദികൾ, തീവ്രവാദികൾ, ഖലിസ്ഥാൻ. അപ്പോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് ചെന്നപ്പോൾ ട്രംപുമായിട്ട് അടച്ചിട്ട മുറിയിൽ ചർച്ച നടന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനകത്ത് ഖലിസ്ഥാനെതിരെയുള്ള നീക്കങ്ങളാണ് ചർച്ച ചെയ്തത് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. എന്തായാലും മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയായിട്ടുള്ള തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറുമെന്ന പ്രസിഡന്റിന്റെ ആ, വ്യക്തമായ ആ പ്രഖ്യാപനം വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് നൽകുന്നത്. ഒന്നാമത്തെ കാര്യം, അമേരിക്കയുടെ മണ്ണിൽ ഇന്ത്യക്കെതിരെ ഉള്ള യാതൊരുവിധ വിധ്വംസക പ്രവർത്തനങ്ങളും നടത്താനായിട്ട് അനുവദിക്കില്ല എന്നുള്ള ആദ്യത്തെ സന്ദേശം. രണ്ടാമത്തെ സന്ദേശം എന്ന് പറഞ്ഞാൽ, ഇന്ത്യക്ക് ഭീഷണി ഉയർത്താൻ പാടില്ല ഒരു സംഘടനകളും എന്നുള്ളതാണ് ട്രംപിന്റെ രണ്ടാമത്തെ സന്ദേശം എന്ന് പറയുന്നത്. മൂന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത്, ഇന്ത്യയും ഇത്തരത്തിൽ ഇവരെ കയ്യിൽ കിട്ടാനായിട്ട് കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ്. എന്തായാലും യു.എസിലെ മുൻ അംബാസഡർ ആയിട്ടുള്ള തരൺജിത് സിംഗ് സന്ധു ആണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. നരേന്ദ്രമോദിയും ട്രംപും പുറത്തിറങ്ങിയ സംയുക്ത പ്രസ്താവനയിലാണ് ഇപ്പോ നയതന്ത്ര സുരക്ഷയ്ക്കും പരമാധികാരികൾക്കും ഭീഷണിയാകുന്ന ഘടകങ്ങളെക്കുറിച്ചുള്ള ഈ പ്രസ്താവനകളെല്ലാം തന്നെ ഉയർന്നു വന്നിട്ടുള്ളത്. ഈ 5 കൊല്ലം, അതായത് ഈ ട്രംപും മോദിയും ഇനി പ്രവർത്തിക്കാൻ പോകുന്ന ഈ 5 കൊല്ലം, അത് ഖലിസ്ഥാൻ ഭീകരവാദത്തിന്റെ അടിവേരറുക്കും എന്ന് നമുക്ക് വിശ്വസിക്കാമോ? അങ്ങനെ പിഴുതെറിയാൻ പറ്റുന്ന ഒന്നാണോ ഈ ഖലിസ്ഥാൻ ഭീകരവാദം? ഈ ഖാലിസ്ഥാൻ ഭീകരവാദം നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് ഈ ഖാലിസ്ഥാൻ ഭീകരവാദം. നമ്മളുടെ പുറമെ നമുക്ക് നോക്കുമ്പോൾ നമ്മൾ കരുതും നമുക്ക് ഏറ്റവും വലിയ ഭീഷണി ഉയർത്തുന്നത് ഈ കാശ്മീരിലൊക്കെ ഉള്ള ഭീകരരാണ്. പക്ഷെ അവരെ പോലെയല്ല ഖാലിസ്ഥാൻ ഭീകരർ. കാരണം ഇത് കുറച്ച് വൈകാരികമായ വിഷയങ്ങളുടെയാണ് പഞ്ചാബിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യമായ ഒരു കാര്യം. അതായത് അവരുടെ ഈ മറ്റ് ഭീകരവാദികളെ പോലെയല്ല ഇവർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു വികാരം. ആ വികാരത്തിലാണ് ഇവർ മുൻപോട്ട് പോകുന്നത്. പ്രത്യേക രാജ്യം വേണമെന്ന് പറഞ്ഞ് അവരെ ഈ സംഭവങ്ങൾ തുടങ്ങുന്നത് ഇതാദ്യമായിട്ടില്ല. കോൺഗ്രസിന്റെ കാലത്താണ് ഇവർ ശക്തി പ്രാപിക്കുന്നത്. ഭിന്ദ്രൻവാല അടക്കമുള്ള നേതാക്കൾ ഉയർന്നു വരുന്നത്. പിന്നീട് ആ ഭിന്ദ്രൻവാല ഇന്ദിരാഗാന്ധിയെ കൊലപ്പെടുത്തുന്ന രീതിയിലേക്കും ഒക്കെ കാര്യങ്ങൾ നീങ്ങുന്നതും ആ രീതിയിലാണ്. അതിനുശേഷം ഇവരെല്ലാവരും തന്നെ യൂറോപ്യൻ കൺട്രീസിൽ തമ്പടിച്ചുകൊണ്ടാണ്, പ്രത്യേകിച്ച് കാനഡ അടക്കം, കാനഡയും അമേരിക്കയും UK അടക്കമുള്ള രാജ്യങ്ങൾ തമ്പടിച്ചുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇവരുടെ പ്രവർത്തനം നടക്കുന്നത്. അതായത് വലിയ രീതിയിലുള്ള ഫണ്ട്, കാരണം ഒരു ഭീകരവാദത്തിന്റെ സംഘടനയ്ക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ വലിയ രീതിയിലുള്ള സാമ്പത്തികം ആവശ്യമാണ്. അപ്പൊ ഫണ്ട് കളക്ട് ചെയ്യുന്നതും ഫണ്ട് എത്തിക്കുന്നത് മുഴുവൻ ഈ യൂറോപ്യൻ കൺട്രീസിലും അവരെ സഹായിക്കാൻ അവിടെയുള്ള ചില NGO സംഘടനകളും ഇതിനകത്ത് മുൻകൈ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ യെസ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ വാർത്ത നൽകിയത് USAID പോലുള്ള ഫണ്ടിങ്ങിനെ കുറിച്ചാണ്. അങ്ങനെയുള്ള ഫണ്ടിങ്ങുകൾ പോലും ഇത്തരം ഏജൻസികൾ കിട്ടുന്നു. അങ്ങനെ ആ ഫണ്ട് വാങ്ങുക, ആ ഫണ്ട് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുകയാണ് കാലങ്ങളായി ചെയ്യുന്നത്. ഈ യൂറോപ്യൻ കൺട്രീസിൽ ഇവർ ചെയ്യുന്നത്, ഇവർ കുറച്ചുകൂടെ സേഫ് ആണ്. യൂറോപ്പിൽ ഇരുന്നിട്ട് ഇത്തരം ആസൂത്രണങ്ങളും പ്രസ്താവനകളും ഒക്കെ നടത്തുമ്പോൾ ഇവർ കുറച്ച് സേഫ് ആണ്. ഇന്ത്യയിൽ ഒരു കലാപം നടത്തണമെങ്കിൽ വലിയ ഫണ്ടിങ് ആവശ്യമാണ്. അതിന് ഫണ്ട് സ്വരൂപിക്കുകയാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എത്തിയിരിക്കുന്ന ഖാലിസ്ഥാൻ സംഘടനകളും പാകിസ്ഥാനും ചെയ്യുന്നത്. അതിന് തടയിടുവാനുള്ള ശ്രമമായിരുന്നു ഇന്ത്യ കഴിഞ്ഞ കുറെ കാലമായി നമ്മുടെ രാജ്യത്ത് നടപ്പായിക്കൊണ്ടിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് വിവിധ NGO-കളെ നമ്മൾ കൂട്ടിക്കെട്ടുകയും ഫണ്ട് വരവ് വലിയൊരു അളവ് വരെ കുറയ്ക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഖാലിസ്ഥാൻ വാദികൾ അഴിഞ്ഞാടുന്ന ഒരു കാഴ്ച നമ്മൾ കാനഡയിൽ കണ്ടു. അവർ പരസ്യമായിട്ട് തന്നെ ഇന്ത്യയെ വെല്ലുവിളിക്കാൻ അവർക്കൊപ്പം അവിടുത്തെ ജസ്റ്റിൻ ട്രൂഡോ എന്ന് പറഞ്ഞ ഭരണാധികാരി നിൽക്കുന്ന കാഴ്ച നമുക്ക് കണ്ടു. പക്ഷെ ഇനി അത് ഉണ്ടാകാൻ പാടില്ല. കാരണം ഇതിന് പറ്റിയ ഏറ്റവും നല്ല സമയം ഇത് തന്നെയാണ്. കാരണം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും എന്ന് എല്ലാവരും, ഇന്ത്യക്കാരെല്ലാവരും കരുതിയിട്ടുണ്ടെങ്കിൽ അത് ഏറെക്കുറെ സത്യമാണെന്നാണ് ഇപ്പോൾ ഈ വാക്കുകൾ പുറത്തു വരുന്നത്. ട്രംപ് സംയുക്ത പ്രസ്താവന അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യ US പങ്കാളിത്തം, സൗഹൃദം തകർക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ശക്തിയെ ഞങ്ങൾ വെച്ചു പൊറുപ്പിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളുടെ സൗഹൃദത്തിനും ഞങ്ങളുടെ പങ്കാളിത്തത്തിനും കൊട്ടം വെട്ടുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നത്. അത് വ്യക്തമായി തന്നെ അതിൽ പറയുന്ന കാര്യം ഈ ഖാലിസ്ഥാൻകാരുടെ കാര്യം തന്നെയാണ് പറയുന്നത്. അതിനകത്ത് വേറെ സംശയത്തിന് ഇടനടക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല. കാരണം ഖാലിസ്ഥാൻ സംഘടനകൾ അന്ന് നരേന്ദ്രമോദി ട്രംപിനെ കാണാൻ എത്തുന്ന ആ ദിവസം തന്നെ വാഷിംഗ്ടണിൽ പ്രകടനം നടത്തിയിരുന്നു, പ്രതിഷേധം നടത്തിയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളത്. അത് മാത്രവുമല്ല, ഈ കഴിഞ്ഞ കുറെ കാലമായി ഇന്ത്യ ടാർഗറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഖാലിസ്ഥാൻ നേതാക്കളായ പന്നു അടക്കമുള്ളവർ അമേരിക്കയിൽ ഇരുന്നാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് കാനഡയ്ക്ക് ഫണ്ടിങ്ങും മറ്റും ചെയ്തുകൊണ്ട് കാനഡയുമായി കണക്ക് ഇത് ഇന്ത്യ പലവട്ടം അമേരിക്കൻ ഭരണാധികാരികളുടെ ചെവിയിൽ എത്തിച്ചിട്ടുള്ളതാണ്. ഇവരെ വിട്ടുകിട്ടണം, കാരണം ഇന്ത്യയിലടക്കം ക്രിമിനൽ കേസുള്ള പ്രതികളാണ്, ഭീകരന്മാരാണ്, വിട്ടുകിട്ടണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷേ ബൈഡൻ ഭരണകൂടം അതൊരിക്കലും ചെവിക്കൊണ്ടിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വശം. കാരണം ബൈഡൻ ഭരണകൂടവും മോദി സർക്കാരും അത്ര നല്ല സുഖകരമായ യാത്രയിലായിരുന്നില്ല കഴിഞ്ഞ ഭരണകാലത്ത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. യാതൊരു സുഖവും ഉണ്ടായിരുന്നില്ല. കാരണം അത് മാത്രവുമല്ല, മോദി സർക്കാർ അത് വലിയ വില കൊടുത്തിട്ടുമുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം ഇതുപോലുള്ള യാത്രകളും ഇതുപോലുള്ള കൂടിക്കാഴ്ചകളും ഇതുപോലുള്ള കരാറുകളും ഒന്നും തന്നെ
ബൈഡന്റെ ഭരണകാലത്ത് ഉണ്ടായിരുന്നില്ല. നരേന്ദ്രമോദി എനിക്ക് തോന്നുന്നില്ല അമേരിക്കയെ അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരിയെ കുറിച്ച് അധികം സംസാരിച്ചിട്ട് പോലും ഇല്ലായിരുന്നു തോന്നുന്നു. തിരിച്ചും ബൈഡന്റെ ഭരണകാലത്തും അങ്ങനെ തന്നെ ആയിരുന്നു. കാരണം ബൈഡന് ഉണ്ടായിരുന്നത് ഇന്ത്യയോട് ഒരു 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 അടിമ പോലത്തെ ഒരു നയം വെച്ച് പുലർത്തിക്കാൻ പോയി. പക്ഷെ ഇന്ത്യ പഴയ ഇന്ത്യ അല്ല എന്നുള്ള കാര്യം ബൈഡനും വൈകിയാണെങ്കിൽ അവർ മനസ്സിലാക്കാൻ പോയി. പക്ഷെ ട്രംപ് വന്നപ്പോൾ കാര്യങ്ങൾ പാടെ മാറി മറിയുന്ന ഒരു കാഴ്ചയുണ്ട്. ഇവിടെയാണ് ഈ ഖാലിസ്ഥാൻ ഭീകരർ ഇപ്പോൾ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഗുരുദ്വാരകൾ കേന്ദ്രീകരിച്ച് റെയ്ഡുകൾ വ്യാപകമായിട്ട് അമേരിക്കയിൽ നടക്കുന്നുണ്ട്. അത് നമ്മൾ തന്നെ മുൻപ് വാർത്തകൾ ചെയ്തിരുന്നതാണ്. മുൻകാലങ്ങളിലൊന്നും പ്രത്യേകിച്ച് അമേരിക്ക ഈ മത കേന്ദ്രങ്ങളിലൊന്നും അങ്ങനെ റെയ്ഡോ കാര്യങ്ങളോ കണ്ടക്ട് ചെയ്യുന്ന ഒരു രാജ്യമല്ല. പക്ഷെ അത് തന്നെയല്ല, പ്രത്യേകിച്ച് ഈ ഗുരുദ്വാരകളിൽ റെയ്ഡുകൾ നടന്നു. അവിടെ നിന്ന് ചില അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടി എന്നുള്ളത് നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ പലപ്പോഴും ഖാലിസ്ഥാനികൾ ഈ ഇന്ത്യയിൽ ക്രിമിനൽ കേസുകളിൽ മറ്റും പെട്ടിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ ചാടി യൂറോപ്യൻ കൺട്രീസിൽ എത്തുകയും ഇതുപോലുള്ള ഗുരുദ്വാരകളിലാണ് അവർ അഭയം തേടി അവിടെയാണ് അവർ ജീവിക്കുന്നത്. ഗുരുദ്വാരകളിൽ റെയ്ഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് താവളമാക്കിക്കൊണ്ടുണ്ടെങ്കിൽ മുൻപോട്ട് പോയതെങ്കിൽ അതിനെ തടയിടുന്ന ഒരു കാഴ്ച അവിടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അമേരിക്കയിൽ ഈ ഗുരുദ്വാരകൾ കേന്ദ്രീകരിച്ചുള്ള റെയ്ഡുകളും മറ്റും നടത്തി അനധികൃതമായിട്ട് കുടിയേറിയവരെ പൊക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഒരു വലിയ ഭീതി അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം അവിടെ അത് സുരക്ഷിതമായ ഒരു പ്ലേസ് അല്ല, ഈ താവളമല്ല ഗുരുദ്വാരകളെന്ന് അവർക്കത് മനസ്സിലായിട്ടുണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ ഈ വരുന്ന വിമാനങ്ങളിലെല്ലാം വരുന്നതിൽ ബഹുഭൂരിപക്ഷം പേരും പഞ്ചാബിൽ നിന്ന് പോയവരാണ്. അവരെല്ലാം ഖാലിസ്ഥാൻവാദികളാണ് എന്നല്ല നമ്മൾ പറഞ്ഞു വരുന്നത്, പഞ്ചാബിൽ നിന്ന് പോയത്. ഇതും ഒരു വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. കാരണം ഇവിടെ നിന്ന് കുടിയേറിയവരോ ഇല്ലെങ്കിൽ അവർക്ക് അഭയം കൊടുത്തവർക്കോ ഉള്ള ഒരു വലിയ വാണിംഗ് ആണ്. ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം അമൃത്സറിൽ ഇറക്കുന്നത് അമൃത്സറിനെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ അതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അമേരിക്കയിൽ നിന്ന് വളരെ എളുപ്പത്തിൽ നമ്മുടെ രാജ്യത്ത് എത്താൻ പറ്റുന്ന ഒരു എയർപോർട്ട് അമൃത്സർ ആണെന്നാണ് ഇപ്പൊ പുറത്തു വരുന്ന വിവരം. മറ്റൊന്ന്, ഈ വന്നിറങ്ങുന്നതിൽ ബഹുഭൂരിപക്ഷം പേരും പഞ്ചാബികളാണെന്നുള്ളത് മറ്റൊരു കാര്യം. ഇത് രണ്ടും ഇതിനകത്ത് ഉണ്ട്. അപ്പൊ സ്വാഭാവികമായി അവിടെ തന്നെ അത് ലാൻഡ് ചെയ്യാനുള്ള സൗകര്യമുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഇവിടുന്ന് കള്ളവണ്ടി കയറി വേറൊരു രാജ്യത്ത് വണ്ടി കയറി ഒരുത്തന്നെ എവിടെ ഇറക്കണമെന്ന് തീരുമാനിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് അവരുകൊണ്ട് അവർ ഇറക്കി തരും. അവൻ പറയുന്ന സ്ഥലത്ത് ഇറക്കി കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അത് ഞാൻ ഫ്ലൈറ്റ് പിടിച്ചു പറ്റത്തില്ല. അതെ, അത് തന്നെയല്ല, അവരത് ഇറക്കി തരുന്നല്ലോ എന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. ഇവിടെ അവർക്ക് കയ്യിൽ നിന്ന് 5 പൈസ എടുക്കാതെ അവരുടെ സ്വന്തം ചെലവിലൂടെ കൊണ്ട് ഇറക്കി തരുന്നത്. പിന്നെ പതിവ് തെറ്റിക്കാതെ ഇത്തവണ ചങ്ങലയൊക്കെ ഇട്ട് തന്നെയാണ് കൊണ്ടുവന്നത്. കാരണം അത് അവരുടെ നിയമമാണ്. അതിനെക്കുറിച്ച് അവർ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് കുടിയേറ്റക്കാരെ ഞങ്ങൾ ഇതോടെ ഫ്ലൈറ്റിൽ കൊണ്ടുപോകുമ്പോൾ ഫ്ലൈറ്റിൽ വെച്ച് വലിയ കലാപം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവര് എയർപോർട്ടിലടക്കം കലാപം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ ഞങ്ങളുടെ സുരക്ഷയാണ് ഞങ്ങൾക്ക് പ്രധാനം. അതുകൊണ്ടാണ് ഞങ്ങൾ അത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും പൂമാലയിട്ട് കൊണ്ടിരില്ല എന്നുള്ള കാര്യം അറിയാം. ഒരു രാജ്യവും അങ്ങനെ പൂമാലയിട്ട് കൊണ്ട് നടക്കാറുമില്ല. ഏതായാലും ഇതൊക്കെ അവിടെ നിൽക്കുമ്പോൾ ഈ ഖാലിസ്ഥാൻ ഭീകരർ ആണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കുറെ നാളായി ട്രംപ് അധികാരമേറ്റതിന് ശേഷം കാനഡയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ കൺട്രീസിൽ നിന്നോ ഈ ഖാലിസ്ഥാൻകാരുടെ പ്രകടനത്തിന്റെ പ്രതിഷേധത്തിന്റെ ഒരു വീഡിയോ പോലും നാം ആരും ഒരു മാധ്യമങ്ങളും ഇപ്പൊ കാണാറില്ല. മുൻപ് ഇടയ്ക്കിടയ്ക്ക് അവരുടെ ശക്തി പ്രകടനം നടത്താറുണ്ട്. ഇന്ത്യൻ പതാക വലിച്ചു കീറുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. ഇന്ത്യൻ ക്ഷേത്രങ്ങൾക്കൊക്കെ നേരെ കാനഡയിലൊക്കെ ആക്രമണം നടത്താറുണ്ടെങ്കിൽ ഇപ്പോൾ അത് വളരെയധികം ഇല്ല എന്ന് തന്നെ പറയാം. ഒരു വീഡിയോ പോലും നമുക്ക് കാണാൻ കഴിയാത്ത തരത്തിലേക്ക് അത് മാറിയിട്ടുണ്ട്. അത് മാറിയത് വെറുതെ അല്ല, ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ കയറിയോണ്ടാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കാനഡ അടക്കമുള്ളിടത്തേക്ക് വിരൽ ചൂണ്ടി നിൽക്കുന്ന ഒരു ട്രംപിനെയാണ് നമ്മൾ കണ്ടത്. അതായത് കാനഡയ്ക്ക് തരൂ എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു ട്രംപാണ്. അവിടേക്കാണ് ഈ കാഴ്ചകൾ നമ്മൾ കാണുന്നത്. ഒപ്പം തന്നെ അമേരിക്കയും കൂടെ കടുത്ത നടപടിയിലേക്ക് നീങ്ങുന്നു. ഇതിന്റെ ഒരു ബാക്കിയായിട്ട് തന്നെ UK-യും അധികം താമസിക്കാതെ ഈ നടപടിയിലേക്ക് കടക്കും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി തന്നെ ഇവരെ എല്ലാം തന്നെ പിടിച്ച് ഇന്ത്യക്ക് കൈമാറാനുള്ള ഒരു നീക്കം ട്രംപ് നടത്തിക്കൂടായികയില്ല. കാരണം പ്രത്യേകിച്ച് ഈ പന്നൂനെ അടക്കം ഇന്ത്യക്ക് വിചാരണയ്ക്കായി കൈമാറുകയോ ഇല്ലെങ്കിൽ അമേരിക്കൻ ജയിലിലേക്ക് ഈ കുറ്റത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് തടവിൽ വെക്കുകയോ ചെയ്താൽ പോലും അത് ഖാലിസ്ഥാൻ തീവ്രവാദികൾക്ക് കിട്ടുന്ന ഒരു വലിയ തിരിച്ചടി തന്നെ ആയിരിക്കും. അതാണ് ഒരു വലിയ വിഷയം. അതുകൊണ്ട് ഖാലിസ്ഥാൻ തീവ്രവാദം നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന വലിയൊരു വിഷയം തന്നെയാണ്. ഒരുപക്ഷെ നമ്മൾ കേൾക്കുമ്പോൾ കുറച്ച് സിക്കാരല്ലേ എന്ന് തോന്നും. പക്ഷെ അത് നമ്മൾ പലതരത്തിലും വൈകാരികമായി കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ വേണ്ട രീതിയിൽ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു കോൺഗ്രസ് സർക്കാർ കൈകാര്യം ചെയ്തതിനേക്കാൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടാണ് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ ഈ പഞ്ചാബ് വിഷയം കൈകാര്യം ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. കാരണം അവിടെ ഇടയ്ക്കിടയ്ക്ക് തന്നെ ഈ റെയ്ഡ് നടക്കാറുണ്ട്. മുൻകാലങ്ങളിലൊന്നും കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് അത് ഉണ്ടായിരുന്നില്ല. കാരണം കോൺഗ്രസിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗത്തെ പ്രീതിപ്പെടുത്തുക അല്ലെ പ്രീണിപ്പിക്കുക എന്നുള്ളതായിരുന്നു. മുസ്ലിമിനെ പ്രീണിപ്പിക്കും, ഹിന്ദുവിനെ പ്രീണിപ്പിക്കും, എല്ലാവരും പ്രീണിപ്പിച്ചു കൊടുക്കുന്നത്. പക്ഷേ ഈ BJP സർക്കാർ വന്നപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രീണന നയത്തിലേക്ക് അവർ പോകുന്നില്ല. അതിന്റെ ഒരു റിസൾട്ട് പഞ്ചാബിൽ കാണാനുമുണ്ട് വലിയ രീതിയിൽ. എന്നിട്ട് പോലും അവിടെ ഇവിടങ്ങളിലൊക്കെ ആയുധങ്ങൾ സൂക്ഷിക്കുകയും ബോംബ് സ്ഫോടനങ്ങളും മറ്റുമൊക്കെ അമൃത്പാൽ സിംഗ് ഒക്കെ അവിടുന്ന് MP വരെ ആയതാണ്. അപ്പോൾ ഖാലിസ്ഥാനികൾക്ക് എന്തുമാത്രം പേരോട്ടം പഞ്ചാബിലുണ്ടെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാശ്മീരിൽ എന്ന് പറഞ്ഞാൽ പുറത്തു നിന്നുള്ളവർ വന്നിട്ടാണ് കാശ്മീർ സ്വതന്ത്രമാക്കാൻ ശ്രമിക്കുന്നെങ്കിൽ ഇത് ഖാലിസ്ഥാനികൾ എന്ന് പറഞ്ഞാൽ ഖാലിസ്ഥാനിൽ തന്നെയുള്ള ഒരു വികാരമാണ്. ഇതിനകത്ത് വലിയ ഒരു
അവരുടെ വികാരത്തെ കുറിച്ച് ചെറുതായി പറഞ്ഞു കഴിഞ്ഞാല്, ഇവരുടെ ഈ സുവർണ ക്ഷേത്രത്തിന് അകത്ത് ഒരു നിലവറയുണ്ട്. ആ നിലവറയിൽ ബിന്ദ്രൻപാലയുടെ ചിത്രം അവർ വെച്ചിട്ടുണ്ട്. അവിടെ പ്രമുഖരായ എല്ലാ അവരുടെ എന്താണ് അതിന് പറയുന്ന ഗുരു എന്നാണ് അവർ അതിനെ പറയുന്നത്. ഓരോ കാലഘട്ടത്തിൽ അവർക്ക് ഗുരു വരും. ഇപ്പൊ ഇസ്ലാമിലാണെങ്കിൽ പ്രവാചകന്മാരെന്ന് പറയും, ഹിന്ദുവിലാണെങ്കിൽ അത് നമ്മൾ അവതാരങ്ങൾ എന്ന് പറയും. അതുപോലെ തന്നെ ഗുരു ഇവര് നാനക്. ഗുരു എന്നാണ് ഗുരു എന്നാണ് പറയുന്നത്. ഈ ഓരോരുത്തരും ഓരോ കാലഘട്ടത്തിൽ വരുന്ന ഗുരു എന്നാണ് ഇവർ പറയുന്നത്. അതിനകത്ത് ഭിന്ദ്രൻവാലയെ വെച്ചിട്ടുണ്ട്. ആ ഭിന്ദ്രൻവാലയെ വെച്ചിരിക്കുന്നത് അവർ പറയുന്നത് അവരുടെ ഗുരുവാണ്. അവരുടെ നവോത്ഥാനത്തിന് വേണ്ടി അവർക്ക് വേണ്ടി പടപൊരുതി മരിച്ച ഒരാളായിട്ടാണ് അവർ ഭിന്ദ്രൻവാലയെ കാണുന്നത്. ഈ ചിത്രം തന്നെ പലയിടത്തുമുണ്ട്. അവരുടെ ഗുരുദ്വാരകളിലെല്ലാം ഈ ഭിന്ദ്രൻവാലയുടെ അടക്കമുള്ള ചിത്രങ്ങളുണ്ട്. അവിടെ നിന്നാണ് ഈ അടുത്ത് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പഞ്ചാബിൽ നിന്ന് ജയിച്ചു വന്നതും ഈ ഖാലിസ്ഥാൻ പിന്തുണയുള്ള ഒരു സ്വതന്ത്രനായിരുന്നു. അതാണ് പഞ്ചാബിലെ നിയമസഭയിൽ ഒരു സ്വതന്ത്രനുള്ളത്. ഈ സ്വതന്ത്രനായി ഈ ഖാലിസ്ഥാൻ പിന്തുണയോടെ ജയിച്ച സ്വതന്ത്രനാണ്. അതുപോലെ അമൃത്പാൽ സിംഗ് ജയിലിൽ കിടന്നുകൊണ്ടാണ് മത്സരിക്കുന്നത്. ഖാലിസ്ഥാൻ തീവ്രവാദിയാണ്, ജയിലിൽ കിടന്നുകൊണ്ടാണ്. അപ്പൊ എന്തുമാത്രം അവിടുത്തെ ജനവിഭാഗം ഖാലിസ്ഥാൻകാരെ പിന്തുണയ്ക്കുന്നു. എന്തുകൊണ്ട് പിന്തുണയ്ക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തങ്ങൾക്കായി ഒരു രാജ്യം വരുമെന്നും അത് യൂറോപ്യൻ കൺട്രീസുമായി ബന്ധപ്പെട്ട് നിൽക്കുമെന്നും തങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ട് ലഭിക്കുമെന്നും പറഞ്ഞു പരത്തുവാനായിട്ട് ഇവർക്ക് കഴിഞ്ഞിരിക്കുന്നു. കുറെ മതപരവുമുണ്ട്, കുറെ മറ്റു കാര്യങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സിഖ് വിഭാഗത്തിൽ നിന്ന് വലിയൊരു വിഭാഗം ഇപ്പോൾ ഈ ക്രിസ്ത്യൻ ഇസ്ലാം മതത്തിലേക്ക് മാറുന്നുണ്ട്. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ തിരക്കുമ്പോൾ അറിയാൻ കഴിഞ്ഞത്, മുൻകാലങ്ങളിലൊക്കെ ക്രിസ്ത്യാനിയിൽ നിന്നും അതുപോലെ തന്നെ ഇസ്ലാമിൽ നിന്നും ഒക്കെ അനവധി പേർ സിഖ് മതം സ്വീകരിച്ചിരുന്നു. അവരിപ്പോൾ തിരിച്ചു പോവുകയാണ്. അവരെവിടെ നിന്നാണോ വന്നത് അങ്ങോട്ടേക്ക് പോവുകയാണ്. അല്ലാതെ ഈ സിഖ് മതം, ഈ ഒറിജിൻ സിഖ് ഉണ്ടല്ലോ, അവര് ജന്മനാ തന്നെ സിഖായ ഒറിജിൻ സിഖുകാരും പോകുന്നില്ല. പകരം കൺവെർട്ടായിട്ട് വന്നവർ കുറച്ചുകൂടി തിരിച്ചു പോകുന്നുണ്ട്. ഇപ്പോൾ ഈ സിഖ് സംഘടനകളൊക്കെ ഇപ്പൊ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ജാഗ്രത ആയിട്ട് നിൽക്കുന്നു. തങ്ങളുടെ എണ്ണം കുറയുന്നു എന്നുള്ളത്. കാരണം ഇതൊരു വലിയ വിഭാഗം അതിൽ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഒരു തിരിച്ചടിയും അവർ പഞ്ചാബിൽ നേരിടുന്നുണ്ട്. മതപരിവർത്തനം എന്ന് പറയുമ്പോൾ മതപരിവർത്തനം മാത്രവുമല്ല, ഈ പലപ്പോഴും ഹിന്ദുവിൽ നിന്ന് മാറി ഇസ്ലാമിലേക്ക് പോകും, ഇസ്ലാമിൽ നിന്ന് മാറി സിഖിലേക്ക് പോകും, സിഖിൽ നിന്ന് വീണ്ടും ഇസ്ലാമിലേക്ക് എത്തുന്നു. അതാണ് ഇപ്പോൾ അവിടെ നടക്കുന്ന മതപരിവർത്തനത്തിന്റെ ഒരു ഭാഗം. മറ്റൊന്ന്, അല്ലാതെ തന്നെ മതപരിവർത്തനം ഇവിടെ വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിനെതിരെയാണ് ഇപ്പോൾ പഞ്ചാബിലുള്ള സിഖ് സംഘടനകൾ ജാഗ്രത പാലിച്ചിരിക്കുന്നത്. പിന്നെ ചില തടയിടാനുള്ള ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ചില മിഷണറിമാരുടെ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ ഈ സിഖുകാർ തടയുന്ന രീതിയിലേക്ക് ഇപ്പോൾ പഞ്ചാബിലെ പൊളിറ്റിക്സ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ എല്ലാം കൊണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ട്രംപും നരേന്ദ്രമോദിയും തമ്മിൽ നടത്തിയ ചർച്ച, ആ ചർച്ചയുടെ ഫലങ്ങൾ നമുക്ക് പുറത്ത് എല്ലാം നമുക്ക് അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും, കാരണം ജയശങ്കർ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിന് ശേഷമാണ് ഡൊണാൾഡ് ട്രംപ് മോദിയുമായി നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യമുണ്ട്. ലിസ്റ്റ് ഇവിടെ അപൂർണമാണ് എന്നാണ് പറഞ്ഞത്. അതായത് ഇപ്പോൾ തഹാവൂർ റാണയെ വിടുന്നത് ഒരു തുടക്കം മാത്രമാണ്, അനവധി പേർ ലിസ്റ്റിൽ ഉണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അത് പ്രധാനമായി ഖാലിസ്ഥാൻകാർ തന്നെയാണ്. കാരണം ഖാലിസ്ഥാന്റെ നട്ടല്ല എന്ന് പറയുന്നത് യൂറോപ്യൻ കൺട്രീസ് ആണ്. അവിടെ അവർ തകർന്നു കഴിഞ്ഞു, സാമ്പത്തിക അടിത്തറ അവരുടെ തകർന്നു പോകും. പിന്നീട് ഇവർക്ക് ഇന്ത്യയിൽ അവർക്ക് ഫണ്ടിങ് ചെയ്ത് മുൻപോട്ട് പോകാൻ പ്രയാസകരമായിരിക്കും. താങ്ക് യു വിജയടാ, താങ്ക് യു സോ മച്ച്.